ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അപരിചിതരായ രണ്ടുപേരെ വിഷ്ണു ഓട്ടോറിക്ഷയിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ അച്ഛനും മകളും കയ്യിലിരുന്ന ബാഗ് നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ മറന്നു വെച്ചിട്ടാണ് വരുന്നത്. അവരത് ഓർക്കുന്നതുമില്ല, വിഷ്ണു അത് കണ്ടതുമില്ല. അവരിപ്പോൾ വീട്ടിൽ വന്നിരിക്കുവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരെ കാത്തിങ്ങനെ വാതക്കത്തന്നെ ഇരിക്കുമായിരുന്നു. അവരെ കണ്ടതും അദ്ദേഹം പറയുന്നുണ്ട്, നല്ല ക്ഷീണം, എളുപ്പം കുടിക്കാൻ കുറച്ച് വെള്ളമിട്, വെള്ളം മാത്രം പോരാ, നല്ല വിശപ്പുമുണ്ട്, കഴിക്കാനും കൂടെ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. ചിലപ്പോഴൊക്കെ അങ്ങനെ അച്ഛാ നമ്മളങ്ങ് അലച്ചിലായിരിക്കും. എന്തായാലും നമ്മൾ കുഴപ്പമില്ലാതെ ഇങ്ങ് എത്തിയല്ലോ അച്ഛാ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചോദിക്കുന്നത്, ഇത്രയൊക്കെ അലച്ചിലിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിക്കാൻ വയ്യായിരുന്നോ? അതെങ്ങനെയാ? കല്യാണത്തിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഒരു വക കഴിക്കാനൊട്ട് തോന്നുന്നതുമില്ല. നീ പറഞ്ഞതുപോലെ സ്വർണ്ണം 30 പവൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. വലിയ ഫാഷനൊന്നും നോക്കാൻ പോയില്ല. ഒരുപാട് ഫാഷൻ നോക്കി പോയാലേ അതിനൊക്കെയുള്ള പണിക്കൂലി അങ്ങ് കൂടും. കാതിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. ലോൺ കിട്ടുമ്പോൾ കൊടുക്കാമെന്നും പറഞ്ഞ പലിശക്കാരൻ കുമാരപിള്ളയുടെ കയ്യിൽ നിന്ന് കയ്യും കാലും പിടിച്ചാണ് കാശ് വാങ്ങിച്ചത്. എത്ര മുദ്രപ്പേപ്പറിലാണ് എന്നെക്കൊണ്ട് ഒപ്പിടിപ്പിച്ചതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. മകള് ചോദിക്കുന്നു, അച്ഛാ ലോണിൻ്റെ കാര്യം എന്തായി? കല്യാണത്തിൻ്റെ തലേന്നെങ്കിലും ലോൺ കിട്ടുമോ? പാർട്ടിക്കാരെയൊക്കെ കണ്ട് പറയിപ്പിച്ചു. ഇനി ആ ചെല്ലപ്പൻ സാറിനെയും കൂടെ ഒന്ന് പോയി കാണണം. പുള്ളിക്കാരനാണെങ്കിൽ സൊസൈറ്റി നല്ല പിടിപാടുണ്ട്, അവിടുത്തെ ബോർഡ് മെമ്പറും കൂടെ. മോളെ, നമ്മൾ വാങ്ങിച്ച ആഭരണങ്ങളൊക്കെ അമ്മയെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അവൾ മനസ്സിൽ കണ്ട ആഭരണങ്ങളൊക്കെ ആണോ എന്നൊന്ന് നോക്കട്ടെ. മോള് ചിരിച്ചുകൊണ്ട് പറയുന്നത്, അച്ഛനല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ അമ്മയെ കാണിച്ചില്ലെങ്കിൽ അച്ഛൻ ഇരിപ്പുറയ്ക്കത്തില്ലല്ലോ. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ആ ബാഗ് നോക്കുമ്പോൾ സ്വർണം വെച്ചിരുന്ന ബാഗ് കാണുന്നില്ല. അയ്യോ അച്ഛാ, ആ ബാഗ് എവിടെ? അയ്യോ, എന്നോടാണോ മോളെ നീ ചോദിക്കുന്നത്? എൻ്റെ മോളെ, നീ ആ ബാഗ് തോളിൽ തൂക്കിയിട്ടുണ്ടല്ലേ നടന്നത്? ശരിക്കൊന്ന് നോക്കിക്കേ. അങ്ങനെ അവരുടെ കയ്യിലിരുന്ന ബാഗിലും മുറ്റത്തും എല്ലാം ഓടി നടന്ന് നോക്കുവാണ്. ആ മോളുടെ കയ്യിലിരുന്ന ബാഗ് ഭദ്രമായിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷയിൽ ഇരിപ്പുണ്ട്. സ്വർണം വെച്ചിരുന്ന ബാഗ് കാണുന്നില്ലച്ചാ. അയ്യോ, ചതിച്ചോ ഭഗവാനെ, എന്തുവാ മോളെ നീ പറയുന്നത്? എല്ലായിടും ഒന്നുകൂടെ നോക്കിക്കേ. അച്ഛനും മോളും കൂടെ കറങ്ങി നടന്ന് മേടിച്ച സ്വർണമെല്ലാം കൊണ്ട് കളഞ്ഞല്ലോ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞ മോടമ്മ അലമുറയിട്ട് കരയുവാണ്. നിങ്ങൾ എവിടെയൊക്കെ കയറിയെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. എവിടെയും കയറിയില്ലമ്മേ, ജുവലറിന് നേരെ ഓട്ടോയിലാണ് കയറി വന്നത്. ഇനി ആ ഓട്ടോയിൽ വെച്ച് മറന്നതാണോ? ആ അത് ശരിയാ, നമുക്ക് ആ ഓട്ടോക്കാരനോട് ചോദിക്കാം എന്നാ കൊച്ചിൻ്റെ അച്ഛൻ പറയുമ്പോൾ ആ മോള് ചോദിക്കുന്നു, അച്ഛാ അതിന് നമ്മൾ ആ ഓട്ടോക്കാരനെ അറിയുമോ? അത് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നത് വേറെ ഓട്ടോയിലും അല്ലേ? ഈ വന്ന ഓട്ടോയുടെ ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് അറിയാവോ എന്നിങ്ങനെ അമ്മ കരഞ്ഞോണ്ട് ചോദിക്കുക. അയ്യോ എൻ്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? പലിശക്കാരുടെ അടുത്ത കാശിന് വാങ്ങിച്ച സ്വർണ്ണമായിരുന്നല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരയുവാണ്. 4-5 ദിവസം കഴിഞ്ഞാൽ പിന്നെ കല്യാണമാണ്. നീ മരിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും എൻ്റെ കയ്യിൽ കാണുന്നില്ല. അച്ഛാ, നമുക്ക് ആ ജുവലറിയിലോട്ടൊന്ന് വിളിച്ച് ചോദിച്ചാലോ? ഒരു പക്ഷേ നമ്മളവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയതാണെങ്കിലോ? എന്നാൽ മോള് പെട്ടെന്നൊന്ന് വിളിച്ച് ചോദിക്കും മോളെ. അയ്യോ, അവരെടുക്കുന്നില്ലല്ലോ അച്ഛാ. അത് മോളെ കടയടച്ച് കാണും, ഇത്രയും രാത്രി ആയില്ലേ. നമുക്ക് എന്തായാലും ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഓട്ടോ സ്റ്റാൻഡിലും പോയി തിരക്കാം. ഇനി ഓട്ടോയിൽ വെച്ച് നമ്മൾ മറന്നുപോയതാണെങ്കിൽ തീർച്ചയായും ഓട്ടോക്കാർ നമുക്ക് തരും. ഈശ്വരൻ എന്തായാലും നമ്മളെ കൈവിടില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാത്. രാവിലെ സത്യാമ്മയുടെ അടുക്കളയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുവാണ് പൊന്നിയും ശാന്തയും കൂടെ. സത്യാമ്മ അവിടെ വന്നിരിക്കുമ്പോൾ പൊന്നി ചോദിക്കുന്നു, സത്യാമ്മയെ കണ്ട സ്വപ്നം രാവിലെ കാണുമായിരുന്നോ? അതെ, പുലർച്ചെ തന്നെയാണ് കണ്ടത്. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ പറയുന്നത് എന്നിങ്ങനെ ശാന്തയും പറയുന്നുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ ആരെയെങ്കിലും കണ്ടെന്ന് പോയി നോക്കുന്നതാണ് നല്ലത്. പിള്ള ഒരു കവർ നിറച്ച സാധനമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് ശാന്തേ, പക്ഷേ അതിന് നല്ല ജ്യോത്സ്യന്മാരാരെങ്കിലും ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പിള്ള പറയുക, കൊള്ളാം, ഉണ്ടോന്നോ? എത്ര പേരെ സത്യാമ്മയ്ക്ക് അറിയണം? സത്യാമ്മ, ശിവാനന്ദൻ ജ്യോത്സ്യരെന്നും പറഞ്ഞ ബഹുകേമനായ ഒരു ജ്യോത്സ്യരുണ്ട്. അദ്ദേഹത്തെ കാണണമെങ്കിലേ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് തിരക്കാ അവിടെ. പക്ഷേ സത്യാമ്മയ്ക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി. ബുക്ക് ചെയ്യാതെ നേരിട്ട് കാണാനുള്ള സംവിധാനമൊക്കെ ഞാൻ ചെയ്തു തരാം. അതിനൊക്കെയുള്ള ആൾ എൻ്റെ കസ്റ്റഡിയിലൊക്കെ ഉണ്ട്. പിള്ള ഇങ്ങനെ പറയുമ്പോൾ പൊന്നി പറയുക, ഈ പേര് ഞാനും കേട്ടിട്ടുണ്ടല്ലോ. ആ ഒറ്റക്കുന്ന് ഭാഗത്ത് എവിടെയോ ആണ് അല്ലേ പിള്ളച്ചേട്ട? ആ ആള് തന്നെ, മഹാസിദ്ധന. പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചിട്ടതുപോലെ. അതുകൊണ്ടാണ് അവിടെ ആൾക്കാർ ഇത്ര തിരക്ക്. എന്നാൽ പിള്ളേ, നമുക്കൊന്ന് പോകണം. കുറേ നാളുകൊണ്ട് മനസ്സിനൊരു സമാധാനവും ഇല്ല.
പ്രശ്നങ്ങളൊന്നും ഒട്ട് ഒഴിയുന്നതുമില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങളാണെങ്കിലേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അങ്ങ് ഒഴിഞ്ഞു പോകുമല്ലോ. സത്യാമ്മയ്ക്കറിയാവോ, പിതൃക്കളുടെ കോപം ഉണ്ടാകുമ്പോഴാണ് നമ്മളിങ്ങനെ വീട് വിട്ട് പോകേണ്ടി വരുന്നത്. ആത്മാക്കൾക്ക് ശാന്തി കിട്ടിയില്ലെങ്കിലേ അവർ നമുക്ക് സ്വസ്ഥത തരത്തില്ലെന്നേ. നമ്മളെ ഇങ്ങനെ നാട് തോറും ചുറ്റിക്കറക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പിള്ളച്ചേട്ടൻ ഇത് നല്ല നിശ്ചയമുണ്ടെന്നാണ് തോന്നുന്നത്. പിള്ളച്ചേട്ടൻ ആത്മാക്കളുടെ കൂടെ ആയിരുന്നോ എന്നൊരു സംശയമുണ്ട്. ഈ കർക്കിടക മാസത്തിലെ ആൾക്കാരെന്തിനാ ബലിതർപ്പണമൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാനൊക്കെയാ. എന്നാൽ പിന്നെ പിള്ളെ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ആ ജോത്സ്യനെ കാണാനുള്ള സമയമൊക്കെ പിള്ള തന്നെ അങ്ങ് നോക്കി ഉറപ്പിച്ചേരെ. ജോത്സ്യനെ കാണാനുള്ള സമയം കുറിച്ചിട്ട് ഞാൻ സത്യാമ്മയെ അറിയിക്കാം കേട്ടോ. ശ്യാമയും രോഹിത്തും കൂടെ പുറത്തെവിടെയോ പോകാൻ ഒരുങ്ങി പുറത്തോട്ട് വരുവാണ്. രോഹിത്തിന് അപ്പോൾ ശാരദാമ്മ ചായ കൊണ്ട് കൊടുക്കുന്നു. ശാരദാമ്മ ചോദിക്കുന്നു, മോനെ ഏത് ക്ഷേത്രത്തിലാണ് ബലിയിടാൻ പോകുന്നത്? അത് അമ്മയുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ തന്നെ. അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോകട്ടെ ശാരദാമ്മേ. അപ്പോൾ ശാലിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് എങ്ങോട്ട് പോവുക? ശാരദാമ്മ പറയുന്നു, അത് രോഹിത്തിൻ്റെ അമ്മ പത്മാവതിയുടെ ആണ്ട് ദിവസമേ അവർക്ക് ബലിയിടാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അതിന് ഇന്ന് അവർ നാട്ടിലെ ക്ഷേത്രത്തിൽ പോയി ബലിയിടാൻ പോവുക. പപ്പിമോള് പറയുന്നു, എന്നെ കൊണ്ടുപോകുന്നില്ലയോ? ശാലിനി പറയാ, പപ്പിമോള് പോയാൽ എങ്ങനെ? ഇന്ന് നമ്മൾക്കൊരു യാത്രയുണ്ടല്ലോ. ശ്യാമ ചോദിക്കുന്ന, യാത്രയോ? ആ അതെ ശ്യാമേ, ഞാനും സത്യയും വിഷ്ണുവേട്ടനും കൂടെ ടൂറ് പോകുന്നുണ്ട്. പപ്പിമോളെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. കാര്യങ്ങളൊക്കെ വിഷ്ണുവേട്ടൻ തിരക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇന്ന് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിന്ന് പുറപ്പെടും. സത്യമോൾക്ക് വലിയ സന്തോഷമായി. നമ്മളെവിടേക്കമ്മേ പോകുന്നത്? അതിതുവരെ തീരുമാനിച്ചില്ല മോളെ. ശാരദാമ്മ പറയുന്നു, അതേതായാലും നന്നായി മോളെ. അപ്പോൾ ഞാനിന്നലെ പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടായല്ലോ. രോഹിത്ത് പറയുന്നു, കുട്ടികളുടെ സന്തോഷമല്ലേ, എന്നാൽ പോയിട്ട് വാ. അപ്പോൾ പപ്പിമോൾക്കും സന്തോഷമായി. താങ്ക്സ് അച്ഛാ എന്നൊക്കെ പപ്പിമോള് രോഹിത്തിനോട് പറയുന്നുണ്ട്. രണ്ടുപേരും ശ്രദ്ധിച്ചോണേ മക്കളെ എന്നും പറഞ്ഞ് ശ്യാമ രണ്ട് മക്കൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് രോഹിത്തിനോടൊപ്പം പോവുകയാണ്. കുഞ്ഞുമക്കളുടെ സന്തോഷം കണ്ടുകൊണ്ട് ശാരദാമ്മ പറയുന്നു, പോകുന്നേ കൊള്ളാം, ശാരദാമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരണം. ശാരദാമ്മയ്ക്ക് എന്ത് വേണേലും മേടിച്ചോണ്ട് വരാം, പക്ഷേ എവിടെയൊക്കെ പോകുന്നതെന്നൊന്ന് അറിയട്ടെ. അപ്പോൾ അനുവിൻ്റെ ഫോൺ ശാലിനിയുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. ആ ടൂറ് പോവോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം നമുക്ക് തീരുമാനിക്കാം. അനു എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. അപ്പോൾ അനു പറയുന്നു, മേഡം പൊന്മുടിയിലേക്കെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താമസിക്കാനോ? അവിടെ ക്വാർട്ടേഴ്സും മേഡം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഏരിയ ടെൻ്റ് ഇട്ട് താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട്. മേഡം എപ്പോഴാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാനും പറ്റും. അനു, ഇത് ഒഫീഷ്യലായിട്ടുള്ളൊരു യാത്രയല്ല, തികച്ചും പേഴ്സണലാണ്. ഞാനും വിഷ്ണുവേട്ടൻ്റെ മക്കളും മാത്രമുള്ള ഒരു യാത്ര. അതുകൊണ്ട് തന്നെ പേഴ്സണലെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് തന്നെ. മറ്റെന്തെങ്കിലും സജ്ജീകരണം അവിടെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ മേഡം എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനത് അവിടെ അറേഞ്ച് ചെയ്തോളാം. ശരി അനു, എന്തുണ്ടെങ്കിലും ഞാൻ അറിയിക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ പോകുന്നത് പൊന്മുടിയാണ്, കാടാണ്. കാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് 2 ദിവസം ആസ്വദിച്ചങ്ങോട്ട് കഴിയാം. സത്യമോള് പറയുന്നു, അമ്മയെ നമുക്ക് വാട്ടർ തീം പാർക്കിൽ പോയാൽ മതിയായിരുന്നു, അവിടാണെ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കാമായിരുന്നു. പപ്പി പറയുന്നു, കുറച്ച് റൈഡും പോകാമായിരുന്നു. എന്നാൽ ആ സങ്കടം വേണ്ട, ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം, അതിനുശേഷം നമുക്ക് പൊന്മുടിക്ക് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ കുഞ്ഞുങ്ങളങ്ങ് സന്തോഷിക്കുവാണ്. ശാരദാമ്മ പറയുന്നു, മോളെ നീ വിഷ്ണുവിനെ വിളിച്ച് പറ. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും വിഷ്ണുവേട്ടൻ പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കത്തില്ലല്ലോ. കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഒഴിവ് പറയാത്ത രീതിക്ക് വേണം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കാൻ. നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ട ശാലിനി. സ്വർണം നഷ്ടപ്പെട്ട അച്ഛനും മകളും രാവിലെ ആ സ്വർണം വാങ്ങിയ ജുവലറിയിലോട്ട് വരുവാണ്. അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ ചോദിക്കുന്നു, എന്താഭരണമാണ് വേണ്ടത്? മാലയാണോ, വളയാണോ, ലൈറ്റ് വെയിറ്റ് ആണോ? അതൊന്നും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ആ മോള് പറയുവാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അത് കേട്ടോണ്ട് അവിടെ നിൽക്കുന്ന മറ്റു സെയിൽസ്മാൻമാർ ചോദിക്കും, എന്താ പ്രശ്നം? അപ്പോൾ ആ സെയിൽസ്മാൻ പറയുന്നു, ഇവരിന്നലെ വന്ന് ഇവിടെ സ്വർണം മേടിച്ചായിരുന്നു. എനിക്കിവരെ ഓർമ്മയുണ്ട്, കട അടയ്ക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇവർ വന്നത്. സാറേ, ഇല്ലാത്ത കാശുണ്ടാക്കിയാണ് ഞങ്ങൾ ഇന്നലെ വന്ന സ്വർണം മേടിച്ചത്. ആ കടയുടെ ഓണറാണെന്ന് തോന്നുന്നു. അതിനിപ്പോൾ എന്താ ഉണ്ടായത്? വീട്ടിൽ ചെന്നപ്പോൾ സ്വർണം ഇല്ല സാറേ, 30 പവനാണ് കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഈ മോടെ കല്യാണം മുടങ്ങും. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സെയിൽസ്മാൻ പറയുന്നു, ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോൾ 30 പവനും വാങ്ങിച്ച് ബാഗിൽ വെച്ചോണ്ടാണ് നിങ്ങൾ ഇറങ്ങിയത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് മറ്റെവിടെയെങ്കിലും കയറിയായിരുന്നോ? ഇനി അവിടെ കാണാൻ വെച്ച് മിസ്സായതാണെങ്കിലോ? ഞങ്ങൾ ഈ ജുവലറിയുടെ മുന്നിൽ നിന്നൊരു ഓട്ടോ വിളിച്ചിരുന്നു. ആ ഓട്ടോക്കാരൻ്റെ നമ്പരോ ഒന്നും ഞങ്ങൾക്കറിയില്ല.
ആ മോള് സങ്കടത്തോടെ പറയുക, ഇവിടുത്തെ CCTV ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോക്കാരനോടൊന്ന് ചോദിക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ പറയുന്നു, അതിനൊരു പ്രശ്നമുണ്ട്, CCTV ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കായിട്ട് തരാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾ ഈ കാരണങ്ങളൊക്കെ കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്ക്, അവരന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കുവാണെങ്കിൽ അവർ സ്വർണം വാങ്ങിച്ച കടയിലും വരും. അപ്പോൾ ഞങ്ങൾ CCTV ദൃശ്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തോളാം. ആ മോടച്ഛൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ആ ഓട്ടോയുടെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ ഓട്ടോക്കാരനോട് ചോദിച്ച് സാധനം കയ്യിലുണ്ടോ എന്ന് അറിഞ്ഞാലൊരു സമാധാനം കിട്ടുമായിരുന്നു. കടയുടമ പറയുന്നത്, നിങ്ങൾ പറയുന്ന രീതിക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ സമാധാനം പോകുന്നത് ഞങ്ങളുടേതാണ്. എന്തായാലും ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്ക്, പോലീസുകാർ വരട്ടെ, ഞങ്ങൾ അവർക്കപ്പോൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തോളാം. സത്യാമ്മ പൊന്നിയും ശാന്തയും കൂടെ ചെയ്ത പലഹാരങ്ങളൊക്കെ ഇങ്ങനെ പാക്കറ്റാക്കി സഞ്ചിക്കകത്ത് നിറയ്ക്കുവാണ്. സത്യാമ്മ അങ്ങനെ പലഹാരം കൊണ്ട് പുറത്തു പോകാൻ ഒരുങ്ങുമ്പോൾ ശാന്തയുടെ ഫോണിലോട്ട് ശാലിനി വിളിക്കുന്നുണ്ട്. അയ്യോ, ശാലിനി കുഞ്ഞാണല്ലോ വിളിക്കുന്നത്. സത്യാമ്മ കാണാതെ ഫോണും കൊണ്ട് ശാന്ത പുറത്തോട്ട് ഓടിപ്പോയിന്ന് രഹസ്യമായിട്ട് ഫോൺ ചെയ്യുവാണ്. ശാലിനിയോട് ചോദിക്കുന്നത്, എന്താ കുഞ്ഞ്, സത്യാമ്മ വീട്ടിലുണ്ടോ ഇപ്പോൾ ശാന്തേച്ചി? ഉണ്ട് മോളെ. ശാന്തേച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യണം, ആ ഫോൺ ഒന്ന് അച്ഛന് കൊടുക്കാവോ? അച്ഛനോട് എനിക്കൊരു കാര്യം പറയണം. അതിനെന്താ കുഞ്ഞെ, സാറ് താണ്ട മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്, ഞാൻ ഇപ്പം തന്നെ കൊടുക്കാമല്ലോ. രാഘവൻ സാറേ, ശാലിനി കുഞ്ഞാണ് വിളിക്കുന്നത്, കുഞ്ഞിന് എന്തോ പറയാനുണ്ടെന്ന് സാറിനോട് എന്നും പറഞ്ഞ് ശാന്ത ഫോൺ കൊണ്ടുവന്ന് രാഘവേട്ടൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. എന്താ മോളെ വിളിച്ചത്? മോള് സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ മോള് വിളിക്കത്തില്ലല്ലോ. എന്താ കാര്യം? അച്ഛാ, കുഞ്ഞുങ്ങൾ ഒരേ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു, അവരെയും കൊണ്ടൊന്ന് ടൂറ് പോകാമല്ലോ എന്ന് വിചാരിക്കുവാണ്. അത് നല്ല കാര്യമാണ് മോളെ, കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. അച്ഛൻ ഈ കാര്യം നിങ്ങളോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, അവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും മോളിങ്ങനെ ചിന്തിച്ചത് നല്ല കാര്യം തന്നെ. എന്നിട്ട് വിഷ്ണു എന്ത് പറഞ്ഞ്? അവനിതൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ. അച്ഛനത് വിഷ്ണുവേട്ടനോടൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചത്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല അച്ഛാ, അച്ഛൻ പറഞ്ഞാലേ എതിർത്ത് പറയത്തില്ലല്ലോ. അതിപ്പോൾ ഉടനെ തിരിക്കണ അച്ഛാ, റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ്റെ സമ്മതം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അച്ഛാ. അതിന് മക്കൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അടുപ്പിച്ചോ. അവനെ സമ്മതിപ്പിച്ച് അങ്ങോട്ട് അയക്കുന്ന കാര്യം ഈ അച്ഛനേറ്റ്. ടൂറ് പോകുന്ന കാര്യം കേട്ടപ്പോൾ പപ്പിമോക്കും സത്യമൊക്കെ സന്തോഷമായി കാണുമല്ലോ മോളെ. ഒരുപാട് സന്തോഷമായി. അതാണ്ട് അവർ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, ഞാൻ അവരുടെ കൈ കൊടുക്കാം എന്നും പറഞ്ഞ് സ്പീക്കറിട്ട് ശാലിനി ഫോൺ കൊടുക്കുന്നുണ്ട് മക്കളുടെ കയ്യിൽ. അച്ചച്ചാ എന്നും വിളിച്ച് അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ അച്ചാച്ചൻ എന്താ കൊണ്ടുവരുന്നത്? അച്ചാച്ചന് എന്ത് വേണമെങ്കിലും ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. അച്ചാച്ചന് സ്വീറ്റ്സ് മതിയോ ഫ്രൂട്ട്സ് മതിയോ എന്നൊക്കെ ഇങ്ങനെ മക്കൾ ചോദിക്കുവാണ്. അച്ചാച്ചൻ ഒന്നും വേണ്ട മക്കളെ, നിങ്ങൾ ടൂറ് കഴിഞ്ഞിട്ട് ഇവിടോട്ടൊന്ന് വരണം. നിങ്ങളെ കാണുന്ന തന്നെ അച്ചാച്ചന് മധുരം കഴിച്ച പോലെ തന്നെയാണ്. പിള്ളച്ചേട്ടൻ എന്തുവാ പറയുന്നതെന്നും കൊണ്ട് ശരിക്കും വ്യക്തമായി കേട്ടില്ല. ഓടി വന്നിട്ട് ചോദിക്കുന്നു, എന്തുവാ ശാലിനി കുഞ്ഞ് പ്ലാൻ ചെയ്തത്? എന്തുവാ സാറേ? എടോ, അവർ ടൂറ് പ്ലാൻ ചെയ്തടോ. അയ്യോ, ആണോ സാറേ? ഈ വിഷ്ണുവിനെ സമ്മതിപ്പിക്കുന്ന ജോലി എനിക്കാപ്പോൾ വന്നിരിക്കുന്നത്. സാർ എങ്ങനെയെങ്കിലും വിഷ്ണു കുഞ്ഞിനെ സമ്മതിപ്പിക്കണം, അങ്ങനെങ്കിലും അവർക്കൊരു സന്തോഷം കിട്ടട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി അങ്ങനെ സന്തോഷത്തിൽ മുഴുകിയിരിക്കുവാണ്. ഒരുപാട് നാളായില്ലേ വിഷ്ണുവായിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ടും വിഷ്ണുവായിട്ടൊന്ന് കറങ്ങാനൊക്കെ പോയിട്ട്. ഇന്ന് അവൾ നൊന്ത് പ്രസവിച്ച 2 മക്കളും വിഷ്ണുവായിട്ടുള്ള സ്വർഗ്ഗലോകം അവളിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുവാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ പാവം പിടിച്ച ഒരു കുഞ്ഞിൻ്റെ 30 പവൻ്റെ സ്വർണ്ണമാണ് ഇരിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കല്യാണവും മുടങ്ങും. കല്യാണം മുടങ്ങുമോ, അതുങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.